ഇന്ത്യ പാക് വെടിനിർത്തൽ സ്വാഗതം ചെയ്ത ലിയോ 14 മാർപ്പാപ്പ ലോകമെങ്ങുമുള്ള സംഘർഷ മേഖലകളിൽ സമാധാനം പുലരട്ടെ എന്ന് കുർബാനയ്ക്ക് ശേഷമുള്ള അഭിസംബോധന പ്രസംഗത്തിൽ പാപ്പ പറഞ്ഞു. ലോകത്തോടുള്ള ആദ്യ അഭിസംബോധനയിലാണ് പാപ്പയുടെ വാക്കുകൾ. അതേസമയം ലിയോ 14 പാപ്പയുടെ ഔദ്യോഗിക സ്ഥാനാരോഹണം മെയ് 18 വത്തിക്കാനിൽ നടക്കും. ആക്രമണത്തിന് ശേഷം ഭീകരർ എവിടെ വരെ ഓടിയാലും ഇന്ത്യ പിന്തുടർന്ന് വേട്ടയാടുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരർക്ക് ശക്തമായ മറുപടി സൈന്യം നൽകിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനിലെ ഒരു ജനവാസ മേഖലകളെയും മുന്നമിട്ട് ആക്രമണം നടത്തിയില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. റാവൽപിണ്ടി ആക്രമിച്ചെന്നും പ്രതിരോധ മന്ത്രി സ്ഥിരീകരണം നൽകി. അതേസമയം പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് വ്യോമസേന. ഓപ്പറേഷൻ കരുതലോടെ തുടരുന്നുവെന്നും വാർത്താ സമ്മേളനം നടത്തി വിവരങ്ങൾ അറിയിക്കുമെന്നും ഇന്ത്യൻ വ്യോമസേനയും അറിയിച്ചു. പഹൽഗാം ആക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ഇന്ത്യ പാക് വെടിനിർത്തലും ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ നിലവിൽ വന്നതിനും പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെടുന്നത്. KPCC അധ്യക്ഷനായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നാളെ സ്ഥാനമേൽക്കും. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് ചുമതലയേൽക്കൽ ചടങ്ങ്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സ്ഥാനമൊഴിയുന്ന KPCC പ്രസിഡന്റ് K സുധാകരൻ തുടങ്ങിയവരും സംബന്ധിക്കും. അതേസമയം സണ്ണി ജോസഫ് MLA പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി. വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിശ്വനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ മുൻ തലവനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ഡോക്ടർ സുബണ്ണ അയ്യപ്പനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൈസൂരിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ മാണ്ടിക്കടുത്തുള്ള ശ്രീരംഗപട്ടണത്തിലെ കാവേരി നദിയിൽ ഒഴുകി വന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരണത്തിൽ കർണാടക പോലീസ് അന്വേഷണം ആരംഭിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. തിരുവനന്തപുരത്ത് മോഷണക്കുറ്റം ചുമത്തി ദളിത് യുവതിക്ക് നേരെ പോലീസിന്റെ ക്രൂരതയെന്ന് പരാതി. പേരൂർക്കട പോലീസിനെതിരെ നെടുമങ്ങാട് പനയമുട്ടം സ്വദേശി ബിന്ദുവാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ബിന്ദു ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് സ്വർണമാല കാണാതെയായിരുന്നു. വീട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് തന്നെ സ്റ്റേഷനിലെത്തിച്ച് പീഡിപ്പിച്ചെന്ന് ബിന്ദു പറയുന്നു. മരം ഒടിഞ്ഞു വീണ് 2ാം ക്ലാസ്സുകാരിക്ക് ദാരുണാന്ത്യം. നാവായിക്കുളം കുടവൂർ സ്വദേശി റിസ്വാനിയാണ് മരിച്ചത്. അയൽവാസിയുടെ പുരയിടത്തിലെ മരം ഒടിഞ്ഞ് കുട്ടിയുടെ ദേഹത്ത് വീഴുകയായിരുന്നു. രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. 1.5 വയസ്സുകാരിയായ അനിയത്തിയെ രക്ഷിക്കാൻ ഓടിയെത്തിയതായിരുന്നു. ഇതിനിടയിലാണ് അപകടം. ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെട്ട പോക്സോ കേസ് പ്രതി പിടിയിൽ. അസം സ്വദേശി നസിദുൽ ഷെയ്ഖാണ് പിടിയിലായത്. കോഴിക്കോട് നല്ലളം പോലീസാണ് അസമിൽ നിന്ന് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ നവംബറിൽ കോഴിക്കോടേക്ക് കൊണ്ടുവരുന്നതിനിടെ ബീഹാർ അതിർത്തിയിൽ വെച്ച് ട്രെയിനിൽ നിന്നും പ്രതി ചാടി രക്ഷപ്പെടുകയായിരുന്നു.